ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ നല്ല പാൽക്കപ്പയും ബീഫ് വരട്ടിയാണ്. ഇപ്പോൾ പാൽക്കപ്പയുടെ വീഡിയോ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിറകെ ബീഫ് വരട്ടീൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കപ്പയൊക്കെ റെഡിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് സാൾട്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം കപ്പ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. അടച്ച് ഏകദേശം 4 വിസിലടി അടിച്ചതിന് ശേഷം നമ്മളത് തുറക്കാൻ പോവുകയാണ്. നമുക്ക് കുക്കർ ഓപ്പണാക്കി കപ്പ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. വെള്ളം അങ്ങോട്ട് ഊറ്റുക, മാറ്റി വെക്കുക. നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗൾ വെക്കുക. ആ കപ്പ മുഴുവനും അതിലേക്ക് മാറ്റുക. വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം കപ്പം അതിലേക്ക് മാറ്റുക. നമുക്ക് മൊത്തം ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. ഇത് മൊത്തം ഏകദേശം ചതച്ചിട്ട് നല്ല സെറ്റാക്കി വെക്കുക. ശേഷം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മൊത്തം കുത്തിയെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക. അത് മൊത്തം ഒന്ന് മിക്സ് ചെയ്യണം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിന് അത് ഒരു 2 കപ്പോളം, ആ കപ്പ ഏകദേശം മുങ്ങുന്ന രീതിയിൽ 2 കപ്പോളം വരും. ഒന്ന് സെറ്റാക്കുക. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. മൊത്തത്തിൽ നല്ലോണം ഇളക്കിയിട്ട് മിക്സാക്കി കുറച്ച് ഫ്ലെയിമിൽ വെച്ച് അത് ചൂടാക്കി നല്ല പാൽ പോലെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. സെറ്റാക്കി അതിന് നമുക്കിതിലൊന്ന് കാച്ചി വയ്ക്കേണ്ട. അതിന് വേണ്ടി ഫ്രൈ പാൻ സെറ്റാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. അതിന് ശേഷം ചുവന്ന മുളക്, കടുക് പൊട്ടിയതിന് ശേഷം ചുവന്ന മുളക് ഇടുക. വറ്റൽ മുളക് എന്ന് പറയും, അത് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. അതെടുത്തിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കപ്പയിലേക്ക് ചേർക്കുക. ഇപ്പോൾ പാൽക്കപ്പ റെഡിയായിരിക്കുകയാണ്. നല്ല രുചിയേറും പാൽക്കപ്പ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളിതിൻ്റെ ടേസ്റ്റ് നോക്കി കമൻ്റ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.